നമഃ ശിവായ. ോരജന്റെ കാലടി വാണിടുക. നമ ശിവായ വാഴ്ക. നാഥന്റെ പാദം വാഴ്ക. ജന്മദുഃഖങ്ങൾ തീർക്കും പുഞ്ചകനുടെ വീരക്കടൽ വാണിടുക. പുറംതിരിഞ്ഞോർക്കെന്നും ദൂരസ്ഥനായി നീവും പരന്റെ മലരൊത്ത പാദങ്ങൾ വാണിടുക. മലരൊത്ത പാദങ്ങൾ വാണിടുക. പാദങ്ങൾ വാണിടുക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. മായയകറ്റി എന്നെ ആളുന്നോരരജൻ്റെ കാലടി വാണിയിടുക. ജന്മദുഃഖങ്ങൾ തീർക്കും പിഞ്ചകനുടെ വീരക്കടലുകൾ വാണിയിടുക. പിഞ്ചകനുടെ ശിവഭഗവാന്റെ വീര്യം നിറഞ്ഞ കാലിണകൾ വാണിയിടുക. മായയകറ്റി ആളുന്നോരരജൻ്റെ കാലടി വാണിയിടുക. അപ്പോൾ ശിവഭഗവാന്റെ കാലിണകൾ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് പതിയട്ടെ എന്നാണ് ഇവിടെ മാണിക്യവാചകസ്വാമികൾ പ്രാർത്ഥിക്കുന്നത്. ഇത് പഠിക്കുന്നവർക്കും നൽകുന്ന ഉപദേശമാണ്. എന്താണ്? മായയകറ്റി എന്നെ ആളുന്നോരരജൻ്റെ കാലടി വാണിയിടുക. എൻ്റെ മായകളെല്ലാം അകറ്റി എന്നെ ആളുന്ന അരജൻ്റെ കാലടികൾ വാഴട്ടെ. അപ്പോൾ എന്നെ മായയിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മളെല്ലാം മായയിൽ മുങ്ങിക്കിടക്കുന്നവരാണ്. ലൗകിക സുഖഭോഗങ്ങളിൽ ആണ്ട് മുങ്ങിക്കിടക്കുന്നവരാണ് നമ്മളെല്ലാം. അങ്ങനെയുള്ള നമ്മളെ ഈ മായാസമുദ്രത്തിൽ നിന്ന് കരകയറ്റി മോക്ഷ സാമ്രാജ്യത്തിലേക്ക് എത്തിക്കണമേ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പ്രാർത്ഥിക്കുന്നത്. മായകളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആണവം, കർമ്മം, മായാമലങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ നാം ശിവനെ മറന്നു പോയിരിക്കുന്നു. 3 മലങ്ങളും നശിപ്പിച്ച് അല്ലയോ ഭഗവാൻ അവിടുന്ന് എനിക്ക് അഭയം നൽകുക എന്നാണ് മാണിക്യവാചകസ്വാമി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ മായകളെ അകറ്റണമെങ്കിൽ മനുഷ്യന് സാധ്യമല്ല. ഈശ്വരൻ്റെ, ശിവൻ്റെ അരുളുണ്ടായിരിക്കണം, ശിവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. ആ ശിവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. എന്നെ മായയിൽ നിന്ന് അകറ്റി എന്നെ ശിവസാമ്രാജ്യത്തിലേക്ക് എത്തിക്കണമേ, ജ്ഞാനസമുദ്രത്തിലേക്ക് എത്തിക്കണമേ, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തിക്കണമേ. തമസോ മാ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ഇരുട്ടാകുന്ന അജ്ഞാനത്തിൽ നിന്ന് എന്നെ ജ്യോതിസാകുന്ന പ്രകാശധാരയിൽ ലയിപ്പിക്കണമേ. അങ്ങനെയുള്ള മായയകറ്റി എന്നെ ആളുന്ന അരജൻ്റെ കാലടി വാണുക, എന്നെ ആളുന്നവനായി മാറ്റുക. അങ്ങ് എന്നെ ആളുന്നവനായി മാറ്റുക. അങ്ങയുടെ ആ
ആളുന്ന അവസ്ഥ. ഇവിടെ ആളുന്നോരെന്നുള്ളൊരു പ്രത്യേക പദപ്രയോഗമാണ്. എന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളുക, അതാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. എന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതിനാണ് ആളുന്നോരരജൻ്റെ കാലടി വാണിടുക എന്ന് പറയുന്നത്. എന്നെ ആളുന്നവനാകണം അങ്ങ്, എന്നെ പൂർണ്ണമായും അങ്ങ് ഉൾക്കൊള്ളുക, എന്നെ അങ്ങ് തന്നെയായിട്ട് അങ്ങയുടെ ഹൃദയത്തിൽ എന്നെ കുടികൊള്ളിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. എന്നെ ആളുക. രമണ മഹർഷി അരുണാചലത്തെ പറ്റി എഴുതുമ്പോൾ പറയുന്നുണ്ട്, അരുണാചലം എന്നെ പിടിച്ച് വിഴുങ്ങി എന്നാണ് പറയുന്നത്. ആ വിഴുങ്ങുന്ന അവസ്ഥയെക്കുറിച്ചിട്ടാണ് ആളുന്ന അരജൻ എന്ന് പറയുന്നത്. എന്നെ ആളുക, എന്നെ പിടിച്ച് വിഴുങ്ങുക, എന്നെ പിടിച്ച് പൂർണ്ണമായും ഉൾക്കൊള്ളുക. എന്നെ പിടിച്ച് വിഴുങ്ങുക എന്ന് വെച്ചാൽ എന്നെ സമ്പൂർണമായി അങ്ങ് ഉൾക്കൊള്ളുക, ഒരു ഭാഗവും ഇല്ലാത്ത വിധത്തിൽ 100% എന്നെ അങ്ങ് പിടിച്ച് വിഴുങ്ങുക. അങ്ങനെ വിഴുങ്ങിയാൽ അങ്ങയിൽ ഞാൻ ലയിച്ചു ചേരും. എന്നിൽ ഞാൻ എന്ന വ്യക്തിത്വം അല്പം പോലും അവശേഷിക്കരുത്. അങ്ങയുടെ വ്യക്തിത്വമായിരിക്കണം എൻ്റേത്. അങ്ങ് തന്നെയായിരിക്കണം ഞാൻ തന്നെയായിരിക്കണം അങ്ങ്. ഇതാണ് ആളുന്ന അവസ്ഥ. ഈ ആളുന്ന അവസ്ഥയിൽ അങ്ങ് എന്നെ കൊണ്ടെത്തിക്കുക, എന്നെ പിടിച്ച് വിഴുങ്ങുക എന്നാണ് പറയുന്നത്. അല്പം പോലും ശേഷിക്കാതെ എന്നെ അങ്ങ് പിടിച്ച് വിഴുങ്ങിക്കൊള്ളൂ. പിന്നെ ഞാനില്ല, അഹം എന്ന ഭാവം, ഞാൻ എന്ന ഭാവം പിന്നെ ഇല്ലേ ഇല്ല. പിന്നെയുള്ളതെല്ലാം ശിവമയം മാത്രം. അപ്പോൾ എന്നിലെ അഹത്തെ പൂർണ്ണമായും അങ്ങ് പിടിച്ച് വിഴുങ്ങുക. അങ്ങനെ എന്നിലെ അഹത്തെ വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല, ഉള്ളത് അങ്ങ് മാത്രം. ഇതാണ് ആളുന്ന അവസ്ഥ. പിന്നെയോ ജന്മദുഃഖങ്ങൾ തീർക്കും പിഞ്ചകനുടെ വീരക്കഴലുകൾ വാണിടുക. ജന്മദുഃഖങ്ങൾ തീർക്കുന്നവനാണ് അങ്ങ്. എല്ലാ ജന്മദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനാണ് അങ്ങ്. അതായത് ഇനിയുള്ള ജന്മങ്ങളും മരണങ്ങളുമൊന്നും എന്നെ ബാധിക്കാത്ത വിധത്തിൽ എന്നെ നിത്യ ആനന്ദത്തിലേക്ക് അങ്ങ് എത്തിക്കുക. ഇനി ജന്മദുഃഖങ്ങൾ എനിക്കുണ്ടാകരുത്. ജനിക്കുക മരിക്കുക എന്നുള്ള അവസ്ഥ എനിക്ക് ഉണ്ടാകരുത്. അതായത് പ്രളയകാലത്തിലെല്ലാം നശിക്കുന്ന ഒരവസ്ഥ. ശിവന് സംഹാരരുദ്രൻ എന്നുകൂടി പേരുണ്ട്. സംഹാരരുദ്രനായ ഭഗവാൻ എല്ലാത്തിനെയും നശിപ്പിക്കുന്നു. പിന്നെ ജനനമില്ല മരണമില്ലാത്ത അവസ്ഥ. ആ ജനനമില്ലാത്ത മരണമില്ലാത്ത അവസ്ഥയെ ശിവാനന്ദ ലഹരിയിൽ ഒരു ഭാഗത്ത് വർണ്ണിക്കുന്നുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം കൂടെ നമുക്ക് നോക്കൂ. ജഗത്തിനെ സംരക്ഷിക്കുന്ന പ്രകൃതി ശക്തികൾ ക്ഷോഭിച്ച് സംഹാരശക്തികളായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ജലപ്രവാഹവും ഇടിയും മിന്നലും കൊടുങ്കാറ്റും അഗ്നിജ്വാലകളുമൊക്കെ ചേർന്ന് സംഹാരതാണ്ഡവമാടുമ്പോൾ ദേവസമൂഹം അവരവരുടെ ആസ്ഥാനങ്ങളിൽ നിന്ന് തെറിച്ച് വീണ് ജീവൻ രക്ഷിക്കാനായി ഓടുന്നു. ശരീരബോധം ഉപേക്ഷിച്ച ഋഷിമാർ ഭയന്ന് വിറയ്ക്കുന്നു. ശ്രീ പരമേശ്വരൻ സാന്ദ്രാനന്ദത്തിൽ മുഴുകി അക്ഷോഭിനായി അപ്പോഴും വിഹരിക്കുകയാണ്. ഈ പ്രകൃതിക്ഷോഭവും ലോകനാശവും കാണുന്നുണ്ടെങ്കിലും അത് ഭഗവാനെ ക്ഷോഭിപ്പിക്കുന്നേയില്ല. അദ്ദേഹം ആനന്ദ താണ്ഡവത്തിൽ മുഴുകുന്നു. ഇതാണ് സൗന്ദര്യലഹരിയിലും ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത്. സൗന്ദര്യലഹരിയിലെ ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 26-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൊണ്ട് നമുക്ക് നോക്കാം. പതിവ്രതയായ അല്ലയോ ദേവി, വിരിഞ്ചൻ മരണമടയുന്നു, വിഷ്ണു അന്ത്യത്തെ പ്രാപിക്കുന്നു, യമൻ നശിക്കുന്നു, കുബേരൻ മരിക്കുന്നു, 14 മനുക്കളും കണ്ണും പൂട്ടി ജഡങ്ങളായി മാറുന്നു. അങ്ങനെയുള്ള മഹാപ്രളയകാലത്ത് നിന്തിരുവടിയുടെ പതിയായ ശ്രീ പരമേശ്വരൻ മാത്രം ഈ മഹാസംസാരത്തിൽ വിഹരിക്കുന്നു.
അപ്പം ശ്രീ പരമേശ്വരൻ മാത്രം ഏകനായി കഴിയുന്ന അവസ്ഥ. അങ്ങനെ പശുപതിയും ശംഭുവുമായ ഭഗവാൻ, ആ ഭഗവാൻ മാത്രം ശേഷിക്കുന്ന അവസ്ഥ. അപ്പോൾ ശ്രീ പരമേശ്വരൻ്റെ സർവാതിശയായ മഹത്വമാണ് നാം ഇവിടെ കാണുന്നത്. പ്രളയകാലത്ത് ശ്രീ പരമേശ്വരൻ മാത്രം ബാക്കിയുണ്ടാകുന്നു. ആ സമയം അങ്ങനെ ജനന മരണങ്ങളറ്റ അവസ്ഥയിൽ, എല്ലാം മരിച്ചു വീഴുന്ന അവസ്ഥയിലും അല്ലയോ ഭഗവാൻ അങ്ങ് മാത്രം ശേഷിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയിൽ എന്നെ ലയിപ്പിച്ച് ചേർക്കണമേ. അങ്ങനെയുള്ള അവസ്ഥയിൽ എനിക്കും ജനന മരണങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ പ്രളയകാലത്ത് പോലും നശിക്കാതിരിക്കുന്ന അല്ലയോ ഭഗവാൻ അങ്ങയിൽ എന്നെ ലയിപ്പിക്കുക എന്നാണ് പറയുന്നത്. എല്ലാം നശിക്കുമ്പോഴും അല്ലയോ ഭഗവാൻ അങ്ങ് നശിക്കുന്നില്ല, നാശമില്ലാത്തവനാണ് അങ്ങ്. ആ നാശമില്ലാത്ത അങ്ങ് എന്നെ പിടിച്ച് വിഴുങ്ങുമ്പോൾ ഞാൻ അങ്ങയിൽ ജീവിക്കുന്നു. പിന്നെ എനിക്ക് മരണമോ ജനനമോ ഇല്ല. ഞാൻ എപ്പോഴും അങ്ങായി തന്നെ ശോഭിക്കുന്നു. ശിവോഹം എന്ന അവസ്ഥയിൽ ഞാൻ എത്തിച്ചേരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, മായയകറ്റി എന്നെ ആളുന്നോരരജൻ്റെ കാലടി വാണിയിടുക, ജന്മദുഃഖങ്ങൾ തീർക്കും പിഞ്ചകനുടെ വീരക്കടലുകൾ വാഴുക. അപ്പോൾ പിഞ്ചകനുടെ ശിവൻ്റെ ആ വീര്യം നിറഞ്ഞ ആ കാലിണകൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വാഴട്ടെ. ആ ശിവൻ എന്നെ പിടിച്ച് ആളട്ടെ എന്നാണ് പറയുന്നത്. എന്നെ പിടിച്ച് വിഴുങ്ങട്ടെ. എൻ്റെ അഹത്തെ പൂർണ്ണമായും അങ്ങ് ഭക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഇനി മുതൽ ഞാനെന്ന വ്യക്തിയില്ല, ഞാനെന്ന ശിവൻ മാത്രമേ ഉള്ളൂ. ആ ശിവനാകട്ടെ അങ്ങയിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് താനും. ഓം ശിവായ നമഃ.